ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഒരു കപ്പിൽ തന്നെ മിക്സ് ചെയ്തെടുത്ത് ആ കപ്പിൽ തന്നെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണ കേക്ക്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. മഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മഗ്ഗാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു വലുപ്പത്തിലുള്ള മഗ്ഗ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മഗ്ഗ് യൂസ് ചെയ്യാം. സ്റ്റീലിൻ്റെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ടും പോകുന്നത്. ഈ ഒരു കപ്പിലേക്കുള്ള അളവാണ് ഞാൻ പറയണേ. ഈ ഒരു കപ്പിലേക്കുള്ള കേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുക്കിയ വെണ്ണയാണ് ചേർക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വെണ്ണയ്ക്ക് പകരം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ വേണമെങ്കിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി എടുത്താൽ മതി, ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കണേ. അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാല്. അപ്പോൾ നമുക്ക് പാല് കുറേശ്ശെ ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇത് കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായി ഇളക്കി ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. നമുക്കിതിപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ കപ്പിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമേ ഉള്ളൂ. ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ചൊന്ന് പൊന്തി വരും. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു 1/4 ഭാഗം ഉണ്ടാകുന്നതാണ് നല്ലത്. ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ്ടും പാല് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല, കറക്റ്റാണ് 4 ടേബിൾ സ്പൂൺ പാല്. ഞാനിനി വീണ്ടും പാല് ചേർക്കുന്നില്ല. നന്നായി ഇളക്കി കട്ടകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ല. ഞാനിതിൽ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പീസസ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കപ്പ് കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ മുകളിലും കുറച്ച് ചോക്ലേറ്റ് വിതറി കൊടുക്കുന്നുണ്ട്, കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഇഡ്ഡലി ചെമ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇതാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പോലെ തന്നെ താഴത്തെ തട്ടിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ മുകളിൽ ഇവിടെയാണ് നമ്മൾ കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കേക്ക് വെച്ച് കൊടുക്കാം. 2 മഗ്ഗിൽ കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഓരോ മഗ്ഗിൽ ഓരോ കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ചു വെക്കണം. സ്ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം പാത്രം വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ മുകളിൽ ഈ കേക്ക് വെച്ച് അടച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ സമയമെടുക്കും. ഗ്യാസിൻ്റെ ഫ്ലെയിമും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കപ്പും പാത്രമൊക്കെ അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. മാക്സിമം ഒരു 30 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 20-25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആയിട്ടുണ്ടോയെന്ന്. ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം.
കണ്ടില്ലേ, നന്നായിട്ട് ആയി ആകെ പൊന്തി വിണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സോസ് ഒഴിച്ചിട്ട് കഴിക്കാം. ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റോ എന്താണെങ്കിൽ ഇട്ടിട്ടും കഴിക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അത്രയൊരു ബുദ്ധിമുട്ടില്ല ഈ മഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ തന്നെ വെച്ച് മിക്സ് ചെയ്ത് ഇതിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാണല്ലോ, കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇപ്പോൾ നല്ല ചൂടായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.